ഹായ്. ഇന്നലത്തെ എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് വന്ന ലേഡീസിന് ഐ വാസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് മൈ ബുക്ക്. സോ ദാറ്റ് ഈസ് ആക്ച്വലി അതിലൊരു ആളുടെ വീടിൻ്റെ ബാക്ക് യാർഡിലാണ് അത് സംഘടിപ്പിച്ചത്, ദുബൈയിൽ. സോ ഇത്ര നന്നായിട്ട് മനോഹരമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ആ ബാക്ക് യാർഡ്. നിറച്ചും മരങ്ങളും എന്തൊക്കെയാണ് ഉള്ളത്, സോപ്പും കായ, അത് ഇത് നല്ല രസമുണ്ട്, മൈലാഞ്ചി എല്ലാം ഉണ്ട്. കുറച്ച് നേരം എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, കാരണം അവരവിടെ ഒരു ഹോം ഗ്രോൺ ബ്രാൻഡ്സിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വന്ന് ഹോം ടു ഹാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടാക്കി വിൽക്കുന്നതാണ്. ഇത് പീനട്ട് ബട്ടറിൻ്റെയാണ്, സപ്രസ്ഡ് പീനട്ട് ബട്ടർ. സുനിത എന്ന് പറഞ്ഞിട്ട് ഉള്ള ലേഡി, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ബ്രെഡിലേക്ക് തൂത്തിട്ട് കൊണ്ടുപോകാമല്ലോ. ഇതും അവരുടെ തന്നെയാണ്, പീനട്ട്സ്. ഇത് ടേസ്റ്റാണെന്നോ, ഞാനിത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. അത് ഇവിടെ ഉള്ളവരാണ് കേട്ടോ. അപ്പം ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ റീൽസൊക്കെ ചെയ്തിട്ടുണ്ട്. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മളെപ്പോലെ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് വരികയല്ലേ. അവർക്കൊക്കെ പണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത്, ടൈം വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ തോന്നിയിട്ട് തന്നെയല്ലേ. ഇതിൻ്റെ ഉള്ളിൽ, പീനട്ട്സിൻ്റെ ഉള്ളിൽ നല്ല കുരുമുരാന്ന് വെളുത്തുള്ളി വറുത്തിട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഒരെണ്ണം. ഇത് അരവിന്ദിന് വേണ്ടി വാങ്ങിച്ചതാണ്, ഞാൻ തുറന്നില്ല. എനിക്ക് കുറവ് മധുരം ഉള്ളൂ, എന്നാലും മധുരമുള്ളത് അത്ര ഞാൻ കഴിക്കില്ലല്ലോ. ഇനി വന്നിട്ട് എന്തോ ഹോം മെയ്ഡ് തന്നെയാണെന്ന് പറഞ്ഞതാണ്ട്, ലിപ് ബാം. അയ്യോ, ലിപ് ബാമിൻ്റെ പേരിവിടെ ലക്ഷ്മി എന്നാണ് ആ കുട്ടിയുടെ പേര്, മറന്നു പോയിട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ കവറുണ്ട്, കണ്ടോ, അവരൊന്നും പേരില്ല. അവർ ചെറിയ ഇതായതുകൊണ്ടേ എല്ലാത്തിലും പേരില്ല. പക്ഷേ ഈ കുട്ടി കണ്ട, ഇതിനകത്ത് പേര് വെച്ചേക്കണ എനിക്ക് പറയാൻ പറ്റി. അതേപോലെ ഇതും പേര് വെച്ചിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കണ്ട, ഇത് ഇങ്ങനെ, ഇതെല്ലാം വന്നിട്ട് ശരിക്കുള്ള ഫ്രൂട്ട്സ് അത്ര, ഓറഞ്ചിൻ്റെ തൊലിയോ നാരങ്ങയോ പിന്നെ കുറേ ഇലകളും ഒക്കെ ഇങ്ങനെ കണ്ട എംബോസ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഈ ബ്രാൻഡിൻ്റെ ഒക്കെ പേര് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയി നോക്കിക്കോളൂ. അങ്ങനെ 1, 2, ഇനി ഒരെണ്ണം. ഇതെന്താണെന്ന് വെച്ചാൽ സ്ട്രിങ്സ് ആൻഡ് ബീഡ്സ്. കേട്ടോ, ഈ കവറിൽ പേരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ പറ്റിയേനെ. പിന്നെ ഇത് 2 മുടിയിലിങ്ങനെ കെട്ടുന്നത്, അവരെന്തോ സോസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, ഇറ്റ്സ് റിയലി നൈസ്. ഞാനിത് ഇതിന് മുമ്പും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ, പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇത് നല്ല ഭംഗി. ആ ബീഡ്സിനെ പറ്റിയൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറിയ നിങ്ങൾക്ക് കാണാം, പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് സക്സസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നോക്കാം നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആവില്ലേ. സക്സസ് ആണ് കേട്ടോ, ചെറിയ ചാനലാണെങ്കിലും സക്സസ് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു റിങ്, അത് ഞാൻ അവിടെ എടുത്ത് വെച്ചു. പിന്നെ ഒരു ദിവസം ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇതൊക്കെ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ടാഗ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ അതിലുണ്ടാവും. കാണിച്ച സാധനങ്ങൾ കാണിച്ചു എന്ന് മാത്രം. നല്ല ഭംഗിയായിട്ട് വെക്കാം ഇങ്ങനെ ടേബിളിലൊക്കെ വെച്ചു. എല്ലാ ദിവസവും അതെടുത്ത് കഴിക്കും. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറയട്ടെ. ഇന്നലെ എന്നെ കുറേ ആൾക്കാർ ചീത്ത പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടാവില്ലല്ലോ എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് പിന്നെ ഇതൊക്കെ കൊള്ളാതെയായി. ഞാൻ ഇന്നലെ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് വന്നില്ലേ. സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് ഞാനെപ്പോഴും പല രീതിയിലുള്ള വസ്ത്രം ഞാൻ ധരിക്കാറുണ്ട് കേട്ടോ, പക്ഷെ റിവീലിംഗ് ഒന്നും ആയിരിക്കില്ല. സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇൻസ്റ്റഗ്രാമിൽ റീലിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മെസ്സേജ് കൊടുക്കാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ അതിങ്ങനെ കവർ ചെയ്തിട്ട് വരികയുണ്ടായി. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അങ്ങനെയാണ് ഇന്നലെ വന്നത്, സംസാരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിനകത്ത്, ഇപ്പം ഞാൻ ഈ സ്ലീവ്ലെസ് ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നി, എന്നെ കാണുന്നതിൽ പല ആളുകളുണ്ടാവും, അവർക്ക് ചിലപ്പോൾ സ്ലീവ്ലെസ് ഇട്ട് വരുന്നത് ഇഷ്ടമുണ്ടാവില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അതുകൊണ്ട് ഞാനങ്ങ് മൂടി, അത്രയേ ഉള്ളൂ. അത് എൻ്റെ ഇഷ്ടമാണ് ആ സമയത്ത്.
എന്തൊക്കെ കമൻസ് അതിൻ്റെ ഇടയിൽ പറഞ്ഞതെന്ന് പറയാം. നിങ്ങൾ എന്തൊരു സാധനമാണ് സ്ലീവ്ലെസ് ഇട്ടെന്ന് വെച്ചാൽ ആർക്കും അപ്പോൾ കുഴപ്പം. ഒരു മെസ്സേജ് പറയാണ് നമ്മൾ, മനസ്സിലായി? ആർക്കും ഒരു കുഴപ്പമില്ലാന്ന് തന്നെയാണ് ഞാൻ പറയണേ. എൻ്റെ ഇഷ്ടമാണ്, എനിക്കത് കാണിക്കണോ വേണ്ടിയോ എന്നുള്ളത്. ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാണിക്കുന്നതിന് എന്താ? കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റീൽ ഇട്ടു. ബിക്കോസ് എനിക്കിത് മുഴുവനും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ആർക്കും മനസ്സിലാവണില്ല. എന്തെങ്കിലും ആവട്ടെ, ആളുകൾ ബഹുജനം പലവിധം അല്ലേ. ഞാൻ പറയുന്നത് ഡ്രസ്സിങ് എന്ന് പറയുന്നത് അവനവൻ്റെ ചോയ്സ് തന്നെയാണ്. കഴുത്തിറങ്ങിയ ഡ്രസ്സ് ഇടണോ, പ്രദർശിപ്പിച്ചിടണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ അത് എവിടെ ഇടുന്നു എന്നുള്ളതാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെ ഇട്ടിട്ട് ആരെങ്കിലും എന്നെ കമൻ്റ് അടിച്ചു എന്ന് പറഞ്ഞ് കരയരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഓരോരുത്തരുടെ അവകാശമാണ്. ചില ആളുകൾക്ക് ചിലപ്പം ഈ പോലീസിൻ്റെ യൂണിഫോമൊക്കെ എല്ലാവർക്കും അത് ചേരാറില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാരികൾക്ക് അത് ഇട്ടല്ലേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ തുറിച്ചു നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പോലീസുകാരായതുകൊണ്ട് അടുത്ത് നിന്ന് നോക്കൂല എന്ന് മാത്രം, ദൂരെ നിന്ന് നോക്കും. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും കൊടുത്തും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിച്ച് ഇത്ര നാൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി എന്താണ് ഇങ്ങനെ മാറി മാറി പറയുന്നതെന്ന്. അയ്യോ, മാറി മാറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറി മറ്റുള്ള റീൽസ് അല്ലേ ഇടുന്നത്. ഓരോ മിനിറ്റിലും ഓരോ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കൂ എന്നാണ് പറയണത്. അല്ലാതെ എൻ്റെ നറേറ്റീവ്സ് അല്ലല്ലോ ഞാൻ അതിൽ പറയുന്നത് അല്ലേ. എനിക്ക് കുറച്ച് തലവേദനയും വേണ്ടി. ഈ കപ്പലണ്ടി തിന്നിട്ടാണോ ദൈവമേ? കപ്പലണ്ടി തിന്നാൽ ഇങ്ങനെ തലവേദന വരും തോന്നുന്നു അല്ലേ. സോറി, പെട്ടെന്ന് എൻ്റെ ഇവിടെ അങ്ങ് പെട്ടെന്നൊരു വേദന വന്നു തോന്നി. അപ്പം നമ്മൾ ഓരോ ഒക്കേഷനിൽ ഇന്നിപ്പോൾ നോക്കൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മേക്കപ്പും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓരോ ദിവസം ഓരോ മൂഡാണ് എല്ലാവർക്കും. നല്ലതായിട്ട് വരുമ്പോൾ നിങ്ങൾ നല്ലതാണെന്ന് പറയും. അത് ഇറ്റ്സ് ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എനിക്കും ഇഷ്ടമാണ്. ഇന്നലെ ഞങ്ങൾ അവിടെ പോയി, അരവിന്ദ് അത് കൊണ്ടുപോയി എനിക്ക് അവിടെ കൊണ്ടുപോയി. അതിൻ്റെ ബാക്ക് യാർഡൊക്കെ നല്ല മനോഹരമായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ലപോലെ ഡ്രസ്സ് ചെയ്തു, നല്ലപോലെ എല്ലാവരോടും മിങ്കിൾ ചെയ്തു. വി കെയിം ബാക്ക്. സോ സാഹചര്യം അനുസരിച്ചല്ലേ നമ്മൾ ഓരോ പെരുമാറുന്നത് അല്ലേ. എന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ തല വെക്കുന്നില്ലേ, ഇപ്പം ഞാൻ ഈ തലവേദന ഉള്ള സമയത്ത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കും എവിടേക്കാണ് തല വെച്ച് കിടന്നത് ഞാൻ ഇന്നലെ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് നേരം വടക്ക് സൈഡിലേക്ക്, അതായത് നോർത്ത് സൈഡിലേക്ക് തല വെച്ചു. ഐഡിയലായിട്ട് തല വയ്ക്കേണ്ടത് എല്ലാവർക്കും അറിയാലോ അല്ലേ, സൗത്തിലോട്ടും പിന്നെ കിഴക്കോട്ടും ഈസ്റ്റ് സൈഡിലേക്കുമാണ്. വെസ്റ്റിലേക്കും നോർത്തിലേക്കും നമ്മൾ തല വയ്ക്കാറില്ല. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കോട്ടേ തല വയ്ക്കാവുള്ളൂ. ആലോചിച്ച് നോക്ക്, ഉൾട്ടയാണ്. ഹെമിസ്ഫിയർ മാറിയില്ലേ. നമ്മളിരിക്കുന്നതിനേക്കാളും അപ്പുറത്തല്ലേ അവരുടെ ഹെമിസ്ഫിയർ വേറെ സൈഡിലേക്ക് വന്നില്ലേ. അപ്പോൾ അതനുസരിച്ചല്ലേ ഭൂമിയുടെ ക്രമം, ഭൂമി ഉരുളുന്നതിൻ്റെ ക്രമം മാറിയില്ലേ. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഞാൻ സദ്ഗുരുവിൻ്റെ ഒരു ഇത് കണ്ടപ്പോഴാണ്, കണ്ടപ്പോഴാണ് ഞാനിത് പറയണമെന്ന് ഓർത്തത്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് പോകുന്ന ആൾക്കാർ, ഞാൻ എൻ്റെ ഫ്രണ്ടിന് പറയുന്നുണ്ടായിരുന്നു, ജിയോ എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ജിയോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ജിയോ ശ്രദ്ധിക്കണം, തല വെക്കേണ്ടത് ഇങ്ങോട്ടായിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഓർത്തപ്പോൾ, ഞാൻ ഇന്ന് തലവേദന വന്നപ്പോൾ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു, സോ ഞാനും പറയണമല്ലോ, ഇത് ഞാൻ ചാനലിൽ പറയാം, എല്ലാവരും കേൾക്കുമല്ലോ എന്ന് ഓർത്തു. സോ ഇന്നൊരു സുഖമില്ലാത്തതുകൊണ്ട് ഇത്ര മതി. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വേദന എടുക്കുന്ന പോലെ. ഞാൻ വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഉറങ്ങട്ടെ. ഇന്നലെ എവിടെയൊക്കെ പോയി കറങ്ങി വന്നതുകൊണ്ട് നമ്മുടെ റൂട്ടീൻ മാറുമ്പോഴേ ടെൻഷൻ ഉണ്ടാവും. സോ ഇന്ന് ഒരു ടേക്ക് അവേയും തരാനില്ലല്ലോ ദൈവമേ. പിന്നെ വരാം കേട്ടോ. പറ്റുമെങ്കിലേ ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിലീറ്റ് ആക്കി കളയും. ബൈ.